ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പഞ്ചാബിലെ 4 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കോൺഗ്രസ്. പഞ്ചാബ് കോൺഗ്രസ് അധ്യക്ഷൻ അമരീന്ദർ സിംഗ് ബ്രാർ ലുധിയാനയിൽ മത്സരിക്കും. സുഖ്ജിന്ദർ സിംഗ് രൺധാവയാണ് ഗുർദാസ്പൂരിലെ സ്ഥാനാർത്ഥി. ജൂൺ 1-നാണ് പഞ്ചാബിൽ വോട്ടെടുപ്പ്. നോബിൾ മാരിക്കാരനാണ്. നോബിൾ, 4 സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചിരുന്നത്. ഇവർ ഏതൊക്കെ മണ്ഡലങ്ങളിൽ എവിടേക്കാണ് മത്സരിക്കുക? ആര്യ മുഴുവൻ ഇപ്പോൾ 320 സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇന്നിപ്പോൾ 4 കൂടി പ്രഖ്യാപിച്ചതോടെയാണ് 320 സ്ഥാനാർത്ഥികൾ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. പഞ്ചാബിലെ 4 സീറ്റുകളിലാണ് ഇന്ന് കോൺഗ്രസ് അവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് വിജയസാധ്യത നോക്കിയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം എന്താണ് നേതാക്കൾ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസം, അതായത് ശനിയാഴ്ച, ഇതുമായി ബന്ധപ്പെട്ട വിശദമായ ചർച്ച അവിടെ നടത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ 4 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിൽ എല്ലാവരും പ്രമുഖരാണ് എന്നുകൂടി നമ്മൾ ഈ ഘട്ടത്തിൽ എടുത്തു പറയുന്നത്. സംസ്ഥാന അധ്യക്ഷൻ തന്നെ മത്സരിക്കുന്നു. സംസ്ഥാന അധ്യക്ഷൻ അമരീന്ദർ സിംഗ് ബ്രാറാണ് ലുധിയാനയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി. അതോടൊപ്പം തന്നെ സുഖ്ജിന്ദർ സിംഗ് രൺധാവ, അദ്ദേഹം ഗുർദാസ്പൂരിൽ നിന്നും മത്സരിക്കുന്നു. അത്തരത്തിൽ 2 നേതാക്കളും ഏറെ പ്രധാനപ്പെട്ട നേതാക്കളാണ്. പല ഘട്ടങ്ങളിലും, പ്രത്യേകിച്ച് രാജസ്ഥാനിൽ ഉൾപ്പെടെ ചുമതലയുണ്ടായിരുന്ന AICC ജനറൽ സെക്രട്ടറിയാണ് രൺധാവ. പല ഘട്ടങ്ങളിലും രാജസ്ഥാനിൽ ഈ തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ പേര് വളരെ പ്രധാനമായി ഉയർന്നു വരികയും ചെയ്തതാണ്. എന്താണെങ്കിലും അവിടെ ആം ആദ്മിയുമായി നേരിട്ട് മത്സരത്തിലാണ് കോൺഗ്രസ് ഉള്ളത്. ആം ആദ്മി കോൺഗ്രസ് സഖ്യമില്ലാതെ അവർ പരസ്പരം മത്സരിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ്, സംസ്ഥാനം കൂടിയാണ് പഞ്ചാബ്. അതുകൊണ്ട് തന്നെ വാശിയേറിയ മത്സരം നടക്കുമ്പോൾ സ്വാഭാവികമായും കോൺഗ്രസ് ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ഏറ്റവും തലയെടുപ്പുള്ള നേതാക്കൾ തന്നെ അവിടെ മത്സരിപ്പിക്കുന്നു. ഇനിയും ചില സീറ്റുകളിൽ മാത്രമാണ് അവിടെ പഞ്ചാബിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ ഉള്ളത്. ആര്യ, ശരി, ഏറ്റവും പ്രധാനപ്പെട്ട 4 നേതാക്കളെ തന്നെയാണ് കോൺഗ്രസ് രംഗത്തിറക്കിയിരിക്കുന്നത്. നോബിൾ മാരിക്കാരനാണ് വിശദാംശങ്ങൾ നൽകിയത്.